എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഗോകുവും ടീമും അവരാണെങ്കിൽ ആ ഒരു മാനെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവനാൾ നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ ഗോകു ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനോട് പുറകിലേക്ക് മാറി നിൽക്കാനായിട്ട് പറയും. ഗോഹനാണെങ്കിൽ വിട്ടുപോകാൻ തയ്യാറാവാതെ അവന്റെ കാലിലങ്ങനെ മുറുകെ പിടിക്കും. ബുൽമയാണെങ്കിൽ അവനെ പുറകിലേക്ക് പിടിച്ചു വലിക്കും. പക്ഷെ ഗോഹനാണെങ്കിൽ അവളുടെ കൈ തട്ടി മാറ്റി വീണ്ടും ഗോകുവിന്റെ കാൽ പിടിച്ചു വലിക്കുകയാണ്. ഗോകു ആണെങ്കിൽ എങ്ങനെയൊക്കെയോ അവനെ സമാധാനിപ്പിച്ച് ബുൽമയുടെ അടുത്തേക്ക് അയക്കും. അതിനുശേഷം ഇപ്പോ ആ റോബോട്ട് മാനോട് ചോദിക്കും, സത്യം പറയ്, നീ ആരാണ്? അതിന് ആ റോബോട്ട് മാൻ പറയും, എന്നെ കാണുമ്പോൾ തന്നെ ഞാൻ ആരാണെന്നും എന്താണെന്നും നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും മിസ്റ്റർ കാക്കറോട്ട്. ഗോകു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്റെ പേര് ഗോകു എന്നാണ്, കാക്കറോട്ട് എന്ന് എന്നെ വിളിക്കാനായിട്ട് പാടില്ല. റോബോട്ട് മാൻ ആണെങ്കിൽ ഗോകുവിനെ അട്ടിമുടിയൊന്ന് നോക്കും. നീ ഇത് കണ്ടില്ലേ, എനിക്ക് വാലുണ്ട്, അതുപോലെ തന്നെ നിനക്കും വാലുണ്ടായിരുന്നില്ലേ? ഗോകു പറയും, ഉണ്ടായിരുന്നു. എന്റെ തലയ്ക്ക് പുറകിലായിട്ട് വലിയൊരു മുറിവ് അത് സംഭവിച്ചിട്ടില്ലേ? അതിന് ഗോകു പറയും, അത് വളരെ ചെറുപ്പത്തിലാണ്, എനിക്കത് ഓർമ്മയൊന്നുമില്ല. ഉടനെ മാസ്റ്റർ റോഷി ഗോകുവിനോട് പറയും, നിന്റെ ഗ്രാൻഡ്പ ഗോഹാൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. സോ ആ കാര്യങ്ങൾ നീ പറയാനുള്ള സമയമായിരിക്കുകയാണ്. അത് കേട്ട് ഗോകു ഇപ്പൊ അദ്ദേഹത്തെ നോക്കും. ആളാണെങ്കിൽ അവന്റെ ഗ്രാൻഡ്പ പറഞ്ഞ ആ സ്റ്റോറി ഗോകുവിനോട് പറയാനായിട്ട് തുടങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ഗ്രാൻഡ്പ ഗോഹാന് കാട്ടിൽ വെച്ച് വലിയൊരു ഗോളം പോലെ എന്തോ ഒന്ന് കാണാൻ ഇടയായി. അതിന്റെ അകത്ത് വെച്ചാണ് പാലുള്ള വിചിത്രമായൊരു കുട്ടിയെ അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം അതിന് സ്വന്തം പേരക്കുട്ടിയായി വളർത്താനായിട്ട് തുടങ്ങി. പക്ഷെ അവൻ ഭയങ്കര വികൃതിയായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കണ്ണു വെട്ടിച്ച് അവൻ വാട്ടർഫോളിലേക്ക് വീണു. അവന്റെ തലയ്ക്ക് പുറകിൽ ആഴത്തിലുള്ള പരിക്ക് സംഭവിച്ചു. പക്ഷെ എങ്ങനെയൊക്കെയോ അവൻ അത്ഭുതകരമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു. അതിനുശേഷം വളരെയധികം സ്നേഹവും വിനയവുമുള്ള നല്ലൊരു കുട്ടിയായിട്ടാണ് അവൻ വളർന്നു വന്നത്. അത് മറ്റാരുമല്ല, നീയാണ് ഗോകു. അത് കേട്ട് ഇപ്പൊ ഗോകു ഞെട്ടും. ഉടനെ ആ റോബോട്ട് മാനാണെങ്കിൽ ഗോകുവിനോട് പറയും, സത്യത്തിൽ നീ ഈ പ്ലാനറ്റിലുള്ളവനല്ല, നീ വെജീറ്റ എന്ന് പേരുള്ള പവർഫുൾ ആയിട്ടുള്ള പ്ലാനറ്റിലെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാരിയറാണ്. നിന്റെ മുൻപിൽ നിൽക്കുന്ന ഞാൻ മറ്റാരുമല്ല, നിന്റെ സ്വന്തം ബ്രദറാണ്. അത് കേട്ട് ഗോകു അടക്കം എല്ലാവരും ഞെട്ടും. ബൊൽമയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. ഓ നോ, ഇവൻ നിന്റെ സഹോദരനാണെന്നോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. മൊട്ടപ്പനും അത് തന്നെ പറയും. ഗോകു ആണെങ്കിൽ ദേഷ്യപ്പെടും, നീ പറയുന്നത് കള്ളമാണ്, കാരണവശാലും ഇത് വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അതിനാ റോബോട്ട് മാൻ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോട് പറയും, നീ ഇത് വിശ്വസിച്ചേ മതിയാവും. ഇവിടെയുള്ള പൂർണ്ണ ചന്ദ്രൻ അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല, ഇവിടേക്ക് അയച്ചത് ഈ ഒരു ഭൂമിയിലുള്ള എല്ലാവരെയും നശിപ്പിക്കാനാണ്. പക്ഷെ നിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ നിനക്കതിന് സാധിച്ചില്ല. സയാൻസ് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കരുത്തരായ ആളുകളാണ്. നമ്മൾ ഏലിയൻസ് ആണ്. ജീവന്റെ തുടിപ്പുള്ള ഓരോരോ ഗ്രഹങ്ങളിലേക്ക് പോയി അവിടെയുള്ള എല്ലാത്തിനെയും നശിപ്പിച്ച് മറ്റ് ഏലിയൻസിന് വലിയ പണത്തിന് നമ്മൾ ആ ഗ്രഹങ്ങൾ വിൽക്കും. അതാണ് ഇത്രയും കാലവും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും വലിയൊരു ചന്ദ്രൻ അതിവിടെ ഉണ്ടായിട്ട് പോലും നിനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഗോകു ആണെങ്കിൽ അത് കേട്ട് ടെൻഷൻ ആവുകയാണ്. ആ റോബോട്ട് മാൻ ആണെങ്കിൽ ഗോകുവിന്റെ വാലിനെ കുറിച്ച് ചോദിക്കും. അതിന് ഗോകു പറയും, അത് ഞാൻ വെട്ടിയറിഞ്ഞു. നീ ഇനി എന്റെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും ഞാൻ നിന്നോടൊപ്പം വരാൻ തയ്യാറല്ല. മാത്രമല്ല, ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോ ഒരുപാട് ഹാപ്പിയാണ്. അത് കേട്ട് മൊട്ടപ്പനും ഗ്രാൻഡ്പ റോഷിയും അവർ രണ്ടുപേരും ഇപ്പൊ ആ റോബോട്ട് മാനോട് തീർത്ത് പറയും, നീ എത്രയും വേഗം ഇവിടം വിട്ടു പോകണം. ഇത് ഞങ്ങളുടെ ഗോകു ആണ്. അവൻ ഞങ്ങളുടെ ലോകത്തെയും മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനോടൊക്കെ ചെയ്തു കഴിഞ്ഞു. അത് കേട്ട റോബോട്ട് മാൻ പറയും, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് കരുതിയോ? ആക്ച്വലി ഞങ്ങൾ വളരെ പവർഫുൾ ആണ്. പക്ഷെ ഞങ്ങളുടെ പവർ അത് പെർമനന്റ് അല്ല. വർഷങ്ങൾക്ക് മുൻപ് ഒരു രാക്ഷസ ഗ്രഹം അത് ഞങ്ങളുടെ വെജിറ്റയെ ആക്രമിച്ചു. അതിലൂടെ ഒരുപാട് വാരിയേഴ്സ് മരിച്ചുപോയി. നമ്മുടെ അമ്മയും അച്ഛനും അടക്കം എല്ലാവരും അതിൽ മരണപ്പെട്ടു. കാക്കറോൾ, നീ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. ആകെ ജീവനോടുകൂടെ ബാക്കിയുണ്ടായിരുന്നത് നമ്മൾ 4 പേര് മാത്രമാണ്. മൂന്നാമൻ അവൻ മറ്റൊരു ഗ്രഹം അത് കീഴടക്കാനായിട്ട് ഒരു മിഷനുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തായിട്ട് ജീവജാലങ്ങളുള്ള ഒരു ഗ്രഹം ഞാൻ കാണാനിടയായി. പക്ഷെ അത് ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് തകർക്കാനായിട്ട് കഴിയില്ല. ഞാൻ നിന്നെ ചെക്ക് ചെയ്തപ്പോ നിന്റെ പവർ വളരെ കുറവാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ 4 പേരും ഒന്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനിയെങ്കിലും നീ കാര്യം മനസ്സിലാക്കണം. അവനാണെങ്കിൽ അതെല്ലാം കേട്ട് അവന്റെ ദേഷ്യം കൂടും. മാറി നിൽക്ക്, നിന്നോടൊപ്പം ഇത്തരത്തിലുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അതിന് ആ റോബോട്ട് മാൻ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നീ ഇനിയെങ്കിലും കണ്ണു തുറക്ക്. കാക്കറോട്ട്, നിന്റെ പുറകിൽ കാണുന്നത് നിന്റെ മകനല്ലേ? അതിന് ഗോകു ആണെങ്കിൽ ടെൻഷനായിട്ട് അല്ല എന്ന് പറയും. അത് കേട്ട് അവൻ ചിരിക്കും. അവന്റെ വാല് കാണുമ്പോൾ തന്നെ എനിക്കറിയാം നിന്റെ മകനാണെന്ന്. തൽക്കാലം അവനെ ഞാൻ കൊണ്ടുപോവുകയാണ്. നിന്റെ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ അത് നീ അനുസരിച്ചിട്ടില്ല എങ്കിൽ അവന് നിനക്ക് ഇനി തിരികെ കിട്ടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ കുഞ്ഞിന്റെ അടുത്തേക്ക് വരും. ഗോകു അവനെ തടയാനായിട്ട് ശ്രമിക്കുന്ന അടുത്ത നിമിഷം ഇപ്പൊ അവനാണെങ്കിൽ കൈ ചുരുട്ടി ഗോകുവിനെ ഞെട്ടിക്കുകയാണ്. ഗോകു ആണെങ്കിൽ തെറിച്ചുപോയി അടിച്ചു വീഴും. ഗോഹാനാണെങ്കിൽ അടുത്തേക്ക് ഓടി വരും. ആ സമയം ആ റോബോട്ട് മാൻ ആണെങ്കിൽ ഇപ്പൊ ഗോഹാനെ തൂക്കി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞതനുസരിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി നിനക്ക് നിന്റെ മകനെ തിരികെ കിട്ടൂ. നിനക്ക് ഞാൻ തരാൻ പോകുന്നത് വെറും 24 മണിക്കൂറാണ്. അതിനുള്ളിൽ 100 മനുഷ്യരെ കൊന്ന് അവരുടെ ജഡം അത് നീ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. അതല്ല എങ്കിൽ നിന്റെ മകനെ നിനക്ക് പിന്നീട് തിരികെ കിട്ടില്ല.
പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെല്ലാവരും ഫാമിലിയാണ്. നിനക്ക് ഞാൻ തരുന്ന ഈ മിഷൻ അത് കംപ്ലീറ്റ് ആവുന്നത് വരെ നിന്റെ മകൻ അവൻ സുരക്ഷിതനായിരിക്കും. എന്നാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ മൊട്ടപ്പനും റോഷിയും ബൊൽമയും അവർ 3 പേരും ഒറ്റ സ്വരത്തിൽ പറയും, മര്യാദയ്ക്ക് ആ കുഞ്ഞിനെ താഴേക്ക് വിട്. വളരെ ബാഡ് ആയിട്ടുള്ള ആളാണ്, നിന്റെ ബ്രദറാണ് ഗോക്കു എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. ഇനി ആണെങ്കിൽ തന്നെ അവനൊരിക്കലും നീ പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്യാനായിട്ട് പോകുന്നില്ല. അവന് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മനസ്സ് വരാത്ത ആളാണ്. എല്ലാവരെയും സംരക്ഷിക്കാനും സ്നേഹിക്കാനും മാത്രമേ ഗോകുവിന് അറിയൂ. ദയവ് ചെയ്ത് ഞങ്ങളെ നീ ഇഷ്ടമില്ലാതെ ഉപദ്രവിക്കാനായിട്ട് പാടില്ല. അതിന് ആ ഒരു റോബോട്ട് മാൻ ആണെങ്കിൽ ഗോകുവിനോട് പറയും, ജ്യേഷ്ഠനെ അനുസരിക്കുന്ന ഒരു നല്ല അനുജനായി ഞാൻ പറയുന്ന കാര്യങ്ങൾ അതെല്ലാം നീ ഒബേ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായാലും നിനക്ക് നിന്റെ കുഞ്ഞിനെ സേഫായി തിരികെ കിട്ടും. അതല്ല എങ്കിൽ കുഞ്ഞിന്റെ ജഡം മാത്രമായിരിക്കും നിനക്ക് കിട്ടുക. സോ നീ തന്നെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഇതേ സമയത്ത് ഞാൻ ഇവിടേക്ക് തിരികെ വരുമ്പോൾ 100 പേരെങ്കിലും നീ കൊന്നിരിക്കണം. അവരുടെ ജഡം അതെനിക്ക് കാണണം. അതിനുശേഷം നീ എന്റെ ടീമിൽ ചേർന്ന് ഈ ഭൂമി ഉള്ള ജീവജാലങ്ങൾ കുറേശ്ശെയായിട്ട് നമുക്ക് ഇല്ലാതാക്കണം. പിന്നീട് എനിക്ക് നിന്റെ സഹായം അത് ആവശ്യമായിട്ട് വരില്ല. നിനക്ക് സുഖമായി ഹാപ്പിയായി നിന്റെ ഫാമിലിയോടൊത്ത് കഴിയാമെന്ന് പറഞ്ഞ് റോബോട്ട് മാൻ ആണെങ്കിൽ ഗോകുവിന്റെ കുഞ്ഞ് ഗോഹാനുമായിട്ട് അങ്ങനെ മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് പോവാണ്. ഗോകു ആണെങ്കിൽ തകർന്ന് ഗോഹാനെന്ന് ഉച്ചത്തിൽ നിലവിളിക്കും. ഈ ഗോഹാനാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അവന്റെ പപ്പ ഗോകുവിനെ വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുകയാണ്. ഉടനെ ബുൽമയും മാസ്റ്റർ റോഷിയും മൊട്ടപ്പനും അവരെല്ലാവരും ഇപ്പൊ ഗോകുയെ അങ്ങനെ താങ്ങിയെടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഫ്ലൈങ് നിംബസിനെ വിളിക്കും. അതിന് ബുൽമയാണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. ഈ ഒരു അവസ്ഥയിൽ നിനക്ക് അവനെ രക്ഷിക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർത്ത് ഗോകുവിനെ സമാധാനമായിട്ട് ഒരു ഭാഗത്തിരുത്തുകയാണ്. മാസ്റ്റർ റോഷി പറയും, അവൻ വളരെ ശക്തനാണ്, ആർക്കും തന്നെ അവന് അത്ര വേഗം ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ഞങ്ങൾക്ക് നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. ബൊൽമയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. വർഷങ്ങൾക്ക് ശേഷം നിനക്ക് ഇങ്ങനെയൊരു ബ്രദർ ഉണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും അറിയുന്നത്. എന്തിന് നീ പോലും അറിയുന്നത്? പക്ഷെ അവൻ ഇത്രയും ബാഡ് ആയിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അവനെ നമ്മൾ എങ്ങനെ തകർക്കും? അവനെ നമ്മൾ എങ്ങനെ വീണ്ടെടുക്കും? അതിന് ഗോകു പറയും, അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവന്റെ ബലഹീനത അതവന്റെ വാലാണ്. അത് അറുത്തു മാറ്റിയ നമുക്കെല്ലാം ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് മാസ്റ്റർ ചോദിക്കും. അടുത്ത നിമിഷം അവരൊരു ശബ്ദം കേൾക്കുകയാണ്. അവർ മുകളിലേക്ക് നോക്കും. അവിടേക്ക് വന്നത് അത് മറ്റാരുമല്ല, ആ ഒരു മോൺസ്റ്റർ പിക്കലോ. അവൻ താഴേക്ക് കടന്നു വരും. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് അവനെ എതിർക്കാൻ കഴിയില്ല. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അവനെ തോൽപ്പിക്കാൻ പറ്റും. അവൻ പറയുന്നത് കേട്ട് ഇപ്പൊ ഗോകുവിനും നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. നീ എന്തിനാ ഞങ്ങളെ സഹായിക്കുന്നേ? എന്റെ ലക്ഷ്യം ഈ ഭൂമി അത് കൈയടക്കുക എന്നതല്ലേ? അതിന് ആ ഒരു മോൺസ്റ്റർ പറയും, അതെ, പക്ഷെ കൂടുതൽ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പൊ അറിയണ്ട. അവൻ നമ്മളുടെ കോമൺ ശത്രുവാണ്. സോ നമുക്ക് ടീമായി ഒരുമിച്ച് നിന്ന് അവനെ തോൽപ്പിക്കാം. അവനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഗോകു, ഞാൻ നിന്നെ ഇല്ലാതാക്കും. പിന്നീട് ഈ ഒരു ഭൂമി അത് ഞാൻ സ്വന്തമാക്കും. ഗോകു ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം തീർത്തു പറയും, അതൊരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല. പക്ഷെ നീ പറഞ്ഞ ഒരു കാര്യം അത് കറക്റ്റാണ്. അതിപ്പോ ചെയ്തേ പറ്റൂ. നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിൽക്കണം. ആ മോൺസ്റ്റർ ബ്രദറിനെ അവനെ തോൽപ്പിക്കണം. അതിന് പിക്കലോയോ ഒക്കെ പറഞ്ഞ് ഇപ്പൊ അവർ രണ്ടുപേരും അവനെ അന്വേഷിച്ച് പോവാണ്. പോകുന്നതിന് മുൻപ് ഗോകു ആണെങ്കിൽ ഡ്രാഗൺ ബോൾ റഡാർ അത് ബൊൽമയുടെ കയ്യിൽ നിന്ന് വാങ്ങി അവരങ്ങനെ കടന്നു പോകും. കട്ട് ചെയ്ത ഇവിടെ ഗോഹാനെ കാണിക്കും. അവനെ ആണെങ്കിൽ ഒരു കോളത്തിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഭയന്ന് ഉച്ചത്തിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ ആ റോബോട്ട് മാൻ അവനാണെങ്കിൽ ആരുടെ ഒരു പവർ സെൻസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓ നോ, ഇത് 7 ടൺ ഉണ്ട്. ഇത്രയും പവർ അത് ആർക്കാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഒരു പക്ഷേ ഈ ഡിവൈസ് ഇത് കേടായതായിരിക്കുമെന്ന് അവൻ അങ്ങനെ ചിന്തിക്കും. അല്പസമയം കഴിയുമ്പോൾ വീണ്ടും മറ്റു 2 പവർ കൂടെ സെൻസ് ചെയ്യാനായിട്ട് കഴിയാണ്. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത ഇവിടെ പിക്കലോയും നമ്മുടെ ഗോകുവും അവർ രണ്ടുപേരും ഫ്ലൈ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. നമ്മൾ അവന്റെ അടുത്തേക്ക് പോകുന്ന അതേ സമയം തന്നെ അവൻ നമ്മളെ തിരിച്ചറിയും. കാരണം അവന്റെ കയ്യിൽ അത്തരത്തിലുള്ള ഡിവൈസ് ഉണ്ട്. നമ്മളുടെ പവർ എത്രത്തോളമാണ്, ഏത് ഡയറക്ഷനിൽ നിന്ന് വരുന്നു, അതെല്ലാം തന്നെ അവന് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇവിടെ ആ ഒരു റോബോട്ട് മാൻ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ കടന്നു വരുന്ന ആ ഒരു പാത്ത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അവനാണെങ്കിൽ സംശയം തോന്നും, ഇനി ഒരു പക്ഷേ കാക്കറോട്ട് അവനായിരിക്കോ ഇവിടേക്ക് വരിക. അതിനുള്ള ബുദ്ധിമോശമൊന്നും കാണിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ഞാനൊന്ന് കരുതിയിരിക്കുന്നത് അത് വളരെ നല്ലതാണ്. അടുത്ത നിമിഷം ഗോകുവും പിക്കലോയും അവർ രണ്ടുപേരും ഇപ്പൊ അവന്റെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. റോബോട്ട് മാൻ ആണെങ്കിൽ അവരെ കണ്ട് ഞെട്ടും. ഓ നോ, നിങ്ങൾ രണ്ടുപേരും വളരെ സ്മാർട്ടാണ്. എങ്ങനെ എന്റെ ലൊക്കേഷൻ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു? കാക്കറോട്ട്, നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്. നിന്റെ ബ്രദറിനെതിരായിട്ടാണ് നീ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് ഗോകു ആണെങ്കിൽ അവന്റെ ഘനമുള്ള ഡ്രസ്സും അതുപോലെ തന്നെ കയ്യിലുള്ള ബാൻഡുകളും അതെല്ലാം തന്നെ ഊരി താഴേക്കിടും. റോബോട്ട് മാൻ ആണെങ്കിൽ ഗോകുവിന്റെ പവർ അത് വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ പിക്കലോയുടെ പവറും വർദ്ധിക്കാനായിട്ട് തുടങ്ങും. ഗോകു ആണെങ്കിൽ ഈ പവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അതിൽ കലിയളകിയ റോബോട്ട് മാൻ ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, സയാൻ വംശത്തിന് നീ ഒരു അപമാനമാണ്. നിന്നോട് ഇപ്പം ദയ കാണിക്കാമെന്ന് ഞാൻ കരുതിയതാണ്. പക്ഷെ ഇനി ഇതില്ലാന്ന് പറഞ്ഞ് ഇപ്പൊ 2
ടീമും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പരസ്പരം ആഞ്ഞടിക്കുകയാണ്. ആ നിമിഷത്തിൽ ആ റോബോട്ട് മാൻ വിളിച്ചു പറയും, ഇനിയുള്ള ആ 2 പേർക്ക് അവർക്ക് നിന്നെ കഴിഞ്ഞും എന്നെ കഴിഞ്ഞും ഒക്കെ തന്നെ പവർ വളരെ കൂടുതലാണ്. കാരണവശാലും നിങ്ങളെ കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നവൻ അടിച്ചു പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.